ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ ബിജെപിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കീഴ്ഘടകങ്ങളുടെ അഭിപ്രായം പരിഗണിക്കാതെ നേതൃത്വം 15 സീറ്റുകൾ ചർച്ച ചെയ്യാതെ മാറ്റിവെച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ മണ്ഡലങ്ങളിൽ സർവേ ഫലം നോക്കി അധ്യക്ഷനാകും തീരുമാനമെടുക്കുക. എന്നാൽ പ്രവർത്തകരുടെ അഭിപ്രായം മാനിക്കണമെന്ന് കെ സുരേന്ദ്രനും എം ടി രമേശും ആവശ്യപ്പെട്ടു. വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, 15 സീറ്റുകൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ചർച്ചയിലൊക്കെ നടന്നിട്ടുള്ളത്? എങ്ങനെയൊക്കെയാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്? രഞ്ജിത്ത്, സ്മൃതി, ഇന്നലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നത്. അതിൽ 52 സീറ്റുകളാണ് പരിഗണിച്ചത്. ആ 52 സീറ്റുകളിൽ 15 സീറ്റുകൾ ചർച്ച ചെയ്യാതെ മാറ്റിവെച്ചു. അതിൽ തിരുവനന്തപുരം സിറ്റി ജില്ലയിൽപ്പെട്ട കാട്ടാക്കട, കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് തുടങ്ങി തിരുവനന്തപുരം തുടങ്ങിയ സീറ്റുകൾ, അതുപോലെ തന്നെ തിരുവനന്തപുരം റൂറലിൽപ്പെട്ടിട്ടുള്ള നെടുമങ്ങാട്, കാട്ടാക്കട തുടങ്ങിയ സീറ്റുകൾ, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ സീറ്റുകളും, ചെങ്ങന്നൂർ സീറ്റ്, പാലക്കാട് സീറ്റ്, തൃപ്പൂണിത്തറ സീറ്റ്, ഇത്തരത്തിൽ 15 സീറ്റുകളിൽ അവിടെ ചർച്ച നടത്തേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണമായിട്ട് പറഞ്ഞത് കോർ കമ്മിറ്റി അംഗങ്ങളാണ് മിക്കവാറും പേർ ഇവിടെ പരിഗണിക്കപ്പെട്ടത്. അതുകൊണ്ട് കോർ കമ്മിറ്റി അംഗങ്ങളുള്ള ഒരു യോഗത്തിൽ അത് ചർച്ച ചെയ്യേണ്ടതില്ല, മറ്റൊരു യോഗത്തിൽ ചർച്ച ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ അതിൽ മനസ്സിലാക്കിയത് സർവേ റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ ടീമും ഒരു സർവേ നടത്തിയിട്ടുണ്ട്. ആ സർവേയിൽ പറയുന്ന പ്രകാരമുള്ള സ്ഥാനാർത്ഥികളെ അവിടെ മത്സരിപ്പിച്ചാൽ മതി, വിജയ സാധ്യത മാത്രമാണ് കണക്കിലെടുക്കുക. ഇന്നലെ കീഴ്ഘടകങ്ങളിൽ നിന്ന് കിട്ടിയ ലിസ്റ്റ് അത് പരിഗണിക്കേണ്ടതില്ല ഈ 15 മണ്ഡലങ്ങളിൽ എന്നുള്ളതാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ കീഴ്ഘടകങ്ങളിൽ നിന്ന് റിപ്പോർട്ട് എടുത്തിട്ടില്ല. ആ സമയത്ത് അവിടുത്തെ നേതാക്കന്മാർ ഡൽഹിയിൽ പ്രധാനമന്ത്രിയെ കാണാൻ പോയതായിരുന്നു. മറ്റിടങ്ങളിൽ നിന്ന് കീഴ്ഘടകങ്ങളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടും അത് പരിഗണിച്ചിട്ടില്ല. സർവേ റിപ്പോർട്ട് നോക്കി അതിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്താമെന്നുള്ളതാണ്. ഏകദേശ സീറ്റുകളിലൊക്കെ ധാരണയായിട്ടുണ്ട്. അതിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ആണെന്നും കഴക്കൂട്ടത്ത് വി മുരളീധരനാണെന്നും വട്ടിയൂർക്കാവിൽ ശ്രീലേഖ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ആർ ശ്രീലേഖയുടെ പേരാണ് വട്ടിയൂർക്കാവിൽ പരിഗണിക്കുന്നത്. കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ് എന്നുള്ളതാണ് മത്സരരംഗത്തുള്ളത്. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് വി മുരളീധരന്റെ പേരും മത്സരരംഗത്തുണ്ട്. തൃപ്പൂണിത്തറയിലെ സ്ഥാനാർത്ഥിയെ ഇതുപോലെ കീഴ്ഘടകങ്ങളിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് അല്ല പരിഗണിക്കുന്നത് മനസ്സിലാക്കുന്നു. ചെങ്ങന്നൂരിൽ 2 പേരുകൾ നിലവിലുണ്ട്. ഒന്ന് സന്ദീപ് അജസ്പതിയുടെ പേരും മറ്റൊന്ന് മുൻ ജില്ലാ പ്രസിഡന്റ് ആർ ഗോപകുമാറിന്റെ പേരുമാണ്. ഈ 2 പേരുകളും അല്ലാതെ പുതിയൊരു പേര് അവിടെ പരിഗണിക്കപ്പെടുമോ, സർവേ റിപ്പോർട്ടിൽ മറ്റൊരു പേര് വരുമോ എന്നുള്ള ആകാംക്ഷയുണ്ട്. പാലക്കാട് സീറ്റിൽ അതുപോലെ കീഴ്ഘടകങ്ങളിൽ നിന്ന് വന്ന പേര് പ്രശാന്ത് ശിവന്റെ പേരും ശോഭാ സുരേന്ദ്രന്റെ പേരുമാണ്. അതുപോലെ മലമ്പുഴ സീറ്റിൽ കൃഷ്ണകുമാർ ആയിരിക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ ചില സീറ്റുകൾ കീഴ്ഘടകങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ആ റിപ്പോർട്ടല്ല സർവേ റിപ്പോർട്ട് പ്രകാരം പരിഗണിക്കണമെന്നാണ് നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. എന്നാൽ കെ സുരേന്ദ്രനും എം ടി രമേശിനും പോലുള്ള മുതിർന്ന നേതാക്കൾ പറഞ്ഞത് അങ്ങനെ സർവേ റിപ്പോർട്ടല്ല, കീഴ്ഘടകങ്ങളിൽ നിന്ന് പ്രവർത്തകർ പറഞ്ഞ റിപ്പോർട്ടാണ് പ്രധാനം, സർവേയേക്കാൾ കൂടുതൽ പരിഗണിക്കേണ്ടത് അത്തരം റിപ്പോർട്ടുകളാണ് എന്ന് മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തകരുടെ കീഴ്ഘടകങ്ങളുടെ ആവശ്യം കൂടി പരിഗണിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടണമെന്ന് ചില മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെടുമ്പോൾ അങ്ങനെയല്ല തീരുമാനങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. വിശദാംശങ്ങളാണ് വി എസ് രഞ്ജിത്ത് നൽകിയത്.